ഹലോ, മല്ലു ആർമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രവാസികൾക്ക് വാക്സിനേഷനിൽ മുൻഗണന ലഭിക്കുവാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ലാസ്റ്റ് പേജ് ഒരുമിച്ച് 500 KB കൂടാത്ത ഒരു ഡോക്യുമെൻറ്റ്സ് ആക്കി വെക്കുക. ഇതുപോലെ തന്നെ നിങ്ങളുടെ വിസ സംബന്ധമായ പേപ്പറുകളും മേൽ പറഞ്ഞ പോലെ തന്നെ 500 KB കൂടാത്ത ഒരു ഇമേജ് ഡോക്യുമെൻറ്റ്സ് ചെയ്തു വെക്കുക. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, നാട്ടിലെ ഒരു ഫോൺ നമ്പർ, ഇത്രയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കരുതി വെക്കേണ്ടതാണ്. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് കടക്കാം. ഇവിടെ 2 സൈറ്റിൽ പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയി കോവിൻ രജിസ്ട്രേഷൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മുകളിൽ രജിസ്റ്റർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്ന സ്ഥലത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് OTP വന്നിരിക്കാം. ആ OTP നമ്പർ ഇവിടെ എൻ്റർ OTP എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ പ്രൊസീജ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന സ്ക്രീനിൽ രജിസ്റ്റർ മെമ്പർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്ന ഫോട്ടോ ID പ്രൂഫ് എന്ന സ്ഥലത്ത് പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്, പെൻഷൻ പാസ്ബുക്ക്. ഇവിടെ നിങ്ങൾ പ്രവാസികളായതുകൊണ്ട് നിങ്ങൾ പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങളുടെ പാസ്പോർട്ടിലെ പേര് അടിച്ചു കൊടുക്കുക. ശേഷം മെയിൽ, ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇയർ ഓഫ് ബർത്ത് എന്ന സ്ഥലത്ത് നിങ്ങളുടെ ജനന വർഷം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ മാസം, തീയതി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, ഇവിടെ ജനന വർഷം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കാം. ഒരു 14 അക്ക റെഫറൻസ് ID എന്ന് പറഞ്ഞ ഒരു നമ്പർ ഇവിടെ കാണാം. നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വീണ്ടും ഗൂഗിളിൽ പോയി കേരള ഗവൺമെൻറ്, അതായത് പ്രവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതിനുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റായ covid.kerala.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഇവിടെ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ ഇൻഡിവിജ്വൽസ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ കാണുന്ന ഡിസ്ക്ലെയിമർ എന്ന ഈ മാറ്റർ ക്ലോസ് ചെയ്യുക. ശേഷം നിങ്ങൾ ആദ്യം അടിച്ചു കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ OTP വെരിഫൈഡ് ചെയ്ത് മെസ്സേജ് വന്നിരിക്കുന്ന ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ സ്ക്രീനിൽ ഡിസ്ട്രിക്ട്, ജില്ല എന്ന സ്ഥലത്ത് ജില്ല സെലക്ട് ചെയ്യുക. ശേഷം റിക്വസ്റ്റ് ടൈപ്പ് എന്ന സ്ഥലത്ത് ഓൾറെഡി ഇൻഡിവിജ്വൽ റിക്വസ്റ്റ് ഉണ്ട്, അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. മൂന്നാമത് കാണുന്ന എലിജിബിലിറ്റി ഗ്രൂപ്പ്, യോഗ്യതാ വിഭാഗം എന്ന സ്ഥലത്ത് ഗോയിൻ എബോർഡ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക.
ശേഷം നിങ്ങൾക്ക് നേരത്തെ വന്ന മെസ്സേജിൽ 14 അക്ക നമ്പർ, റെഫറൻസ് ID നമ്പർ, ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഡോസ് 1 2 എന്നതിൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നെയിം അടിച്ചു കൊടുക്കുക. ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കുക. പാസ്പോർട്ടിലെ നെയിം അടിച്ചു കൊടുക്കുക. ശേഷം മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇയേഴ്സ് ഓഫ് ബർത്ത് എന്ന സ്ഥലത്ത് നിങ്ങളുടെ ജനന വർഷം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ തീയതി മാസവും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായി ഗിവൺ ID പ്രൂഫ് ഇൻ കോവിൻ എന്ന സ്ഥലത്ത് നിങ്ങൾ ഓൾറെഡി പ്രവാസി ആയതുകൊണ്ട് അവിടെ പാസ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ സെൻറ്റർ, നിങ്ങൾ വാക്സിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സെൻറ്റർ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി കാണുന്ന അപ്ലോഡ് ID പാസ്പോർട്ട് ഗിവൺ ഇവൻ കോവിൻ. ഇവിടെ പാസ്പോർട്ട് വരാൻ കാരണം നിങ്ങൾ മുകളിൽ ഗിവൺ ID പ്രൂഫ് കോവിൻ എന്ന സ്ഥലത്ത് പാസ്പോർട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ പാസ്പോർട്ടിൻ്റെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്, പാസ്പോർട്ടിൻ്റെ കോപ്പി. അഥവാ നിങ്ങൾ മുകളിൽ ആധാർ എന്നാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആധാറിൻ്റെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രവാസികളായതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മറ്റും പാസ്പോർട്ടിൻ്റെ നമ്പർ വെച്ച് ലഭിക്കേണ്ടത് കൊണ്ട് എല്ലായിടത്തും ഞങ്ങൾ ഇവിടെ പാസ്പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അപ്ലോഡ് ID പാസ്പോർട്ട് ഗിവൺ കോവിൻ എന്ന സ്ഥലത്ത് പാസ്പോർട്ടിൻ്റെ ഫയൽ കോപ്പി നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ ലാസ്റ്റ് പേജിൻ്റെയും ഒറ്റ ഇമേജിലായ 500 KB കൂടാത്ത ഒരു ഇമേജ്, അത് ഇവിടെ ചൂസ് ഫയലിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് അപ്ലോഡ് പാസ്പോർട്ട് ഡോക്യുമെൻറ്റ്സ്. ഇവിടെയും മുകളിൽ സെലക്ട് ചെയ്ത അതേ ഫയൽ ഇവിടെയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം മൂന്നാമത് അവസാനമായി കാണുന്നതും അപ്ലോഡ് വിസ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് എന്ന സ്ഥലത്ത് നിങ്ങളുടെ വിസ സംബന്ധമായ എല്ലാ പേപ്പറുകളുടെയും ഒറ്റ ഇമേജിലായി ഒരു ഡോക്യുമെൻറ്റ്സ് 500 KB കൂടാത്ത ഒരു ഇമേജ് ആക്കി വെച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞ പോലെ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ആയി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ സമർപ്പിക്കേണ്ട എല്ലാ കോളങ്ങളും ഞങ്ങളിവിടെ ഫില്ലപ്പ് ചെയ്തിരിക്കുന്നു. അവസാനമായി സബ്മിറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചുള്ള യു ഹാവ് ബീൻ രജിസ്റ്റേർഡ് എന്ന മെസ്സേജ് വരുന്നതാണ്. അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പ്രവാസികൾക്ക് മുൻഗണന ലഭിക്കുന്നതിനുള്ള രജിസ്റ്ററിൻ്റെ പൂർണ്ണരൂപം ഇവിടെ ആയിരിക്കുകയാണ്. ഇതിന് ശേഷം ബന്ധപ്പെട്ടവർ നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷ പ്രകാരം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയറൻസ് ചെക്ക് ചെയ്ത് നിങ്ങളെ വിവരം അറിയിക്കുന്നതായി, നിങ്ങൾക്ക് മെസ്സേജ് പ്രകാരം വിവരം അറിയുന്നതായിരിക്കും. നിങ്ങളുടെ സെൻറ്റർ, സമയം, ഡേറ്റ് ഇവ നിങ്ങൾക്ക് മെസ്സേജ് മുഖാന്തരം ലഭിക്കുന്നതാണ്. അഥവാ നിങ്ങളുടെ അപേക്ഷ എന്തെങ്കിലും കാരണവശാൽ നിരസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.